Hey, do you know me? എവിടെയോ കണ്ട പരിചയമുണ്ട്. I'm Rose. അഞ്ജലി അറിയില്ലേ? അവളുടെ ഫ്രണ്ടാ. I know അഞ്ജലി. Anyway, congratulations man. You are going to be a father. താനൊരു അച്ഛനാവാൻ പോവാതാ. And you know what? She is planning to keep the baby. എന്താ ഒന്നുകൂടി പറഞ്ഞേ? ഇതിൽ കൂടുതൽ ഇനി എന്താ ഞാൻ പറയണ്ടേ? താനൊരു അച്ഛനാവാൻ പോവാ. അവളാ ബേബിയെ കീപ്പ് ചെയ്യാനും. അത് അവള് മാത്രം തീരുമാനിച്ചാ പോരല്ലോ. താൻ അവളുടെ നമ്പർ ഒന്നുതാ. നമ്പറൊക്കെ തരാം, പക്ഷെ എന്തിനാ? വേറെന്തിനാ? ഇതേപറ്റി സംസാരിക്കാൻ തന്നെയാ. ഈ കാര്യത്തില് അവൾക്ക് മാത്രം ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ അവകാശമില്ലല്ലോ. നമ്പർ പറയാം, നോട്ട് ചെയ്തോ. 949545. എന്നാ ഓക്കെ മാൻ, ഐ എം ഗോയിങ്. ബൈ. എന്താ കണ്ണ, നീ ഇന്ന് അടിക്കുന്നില്ലേ? ഓ, അതിനുള്ള മൂടൊക്കെ പോയി. എന്താ പറ്റി? നേരത്തെ ഒരു കൊച്ചിനെ നിന്റെ കൂടെ കണ്ടല്ലോ. അവളെ നമ്പർ കിട്ടിയല്ലേ? അതൊന്നും അല്ല. പിന്നെ എന്താടാ, എന്നാ എന്റെ കണ്ണന്റെ പ്രശ്നം? എന്നോട് പറ. അതിപ്പോ ഞാനൊരു കുരുക്ക് പെട്ടിരിക്കുക ചെറിയച്ച. എന്താടാ? അത് ചെറിയച്ചനോട് ഞാൻ പറഞ്ഞാൽ ചെറിയച്ചൻ എങ്ങനെ അത് എടുക്കാന്ന് എനിക്ക് അറിയില്ല. വളച്ചൊടിക്കാതെ കാര്യം പറയടാ. അത് ചെറിയച്ച, എനിക്കൊരബദ്ധം പറ്റി. എന്താ? അത് പിന്നെ അന്ന് ഞാനൊരു കുട്ടിയെ പറ്റി പറഞ്ഞിട്ടില്ലായിരുന്നു. ആ പെണ്ണ് പ്രഗ്നൻ്റാ. ഏത് പെണ്ണ്? അതും നീ തമ്മിൽ എന്താ ബന്ധം? ചെറിയച്ച, മറ്റേ കുട്ടിയെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, അന്ന് നമ്മളവിടെ പോയപ്പോൾ കണ്ട കുട്ടി. അവള് പ്രഗ്നൻ്റ് ആണെന്നാ ഞാൻ പറഞ്ഞേ. ഓക്കെ, അവള് പ്രഗ്നൻ്റ് ആണെങ്കിൽ നിനക്കെന്താ പ്രശ്നം? അത് ചെറിയച്ച, അതെന്റെ കുട്ടിയാ. എന്താ? നീ ഇപ്പം എന്താ പറഞ്ഞേ? അതെന്റെ കുട്ടിയാ. ഇതെപ്പോ? അതാ പറഞ്ഞ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന്. അപ്പൊ കണ്ണ, നീ എന്നോട് പറഞ്ഞതൊക്കെ കള്ളായിരുന്നോ? നീ ആരുമായിട്ടും ഫിസിക്കൽ റിലേഷൻ ഇല്ലെന്നല്ല എന്നോട് പറഞ്ഞേ? ചെറിയച്ച, അത് സത്യമാ. ഞാനങ്ങനെ ആരോടും ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇവളോട് മാത്രം ഞാൻ അത് ഒരു തവണ. പക്ഷെ അതിങ്ങനെ പണിയാവും ഞാൻ വിചാരിച്ചില്ല. എൻ്റെ ദൈവമേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇതെങ്ങാനും വീട്ടിലറിഞ്ഞാലുള്ള അവസ്ഥ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. ആദ്യം എനിക്കിട്ടായിരിക്കും കിട്ടുക. ചേച്ചി, എൻ്റെ ഭഗവാനെ, ചേച്ചിയുടെ മുഖം എനിക്ക് ഓർമ്മ വരുന്നേ. എന്താടാ ഇനി ചെയ്യുക? എൻ്റെ പൊന്ന് ചെറിയച്ച, എന്നെ കൂടി പേടിപ്പിക്കാതെ, അല്ലെങ്കിൽ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുക. എന്നാലും ഇത് എപ്പോഴാണ് സംഭവിച്ചേ? അത് ഞാൻ എങ്ങനെയാ ചെറിയച്ചനോട് പറയാ? അത് ആകാശേട്ടൻ്റെ കല്യാണത്തിന് അവളും ഉണ്ടായിരുന്നു. അന്ന് പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. എൻ്റെ ഈശ്വരാ, ഇനിയിപ്പോൾ എന്താ ചെയ്യും? എനിക്കറിയില്ല ചെറിയച്ച, ഞാൻ എന്താ ചെയ്യാം? അവളാണെങ്കിൽ ഈ കുട്ടിയെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുക. എന്തിന്? അവക്കെന്തിനാ? എനിക്കൊന്നും അറിയാൻ പാടില്ല. അവളുടെ ഫ്രണ്ടാ എന്നോടിപ്പോൾ ഇത് പറഞ്ഞ്. നേരത്തെ അവിടെ ഒരു കുട്ടിയെ കണ്ടില്ലേ? അതവളുടെ ഫ്രണ്ടാ. അവക്കെന്തിനാ ഈ കുട്ടി? ഒന്നും എനിക്കറിയില്ല ചെറിയച്ച. ഞാനെന്തായാലും അവളുടെ നമ്പർ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് അവളോട് ഇതേപ്പറ്റി സംസാരിക്കണം. അതേതായാലും നന്നായി. നീ അവളോടൊന്ന് സംസാരിക്ക്. ഞാൻ എന്താ പറയാ? അവളെന്താ പറയുന്നേ അതിനനുസരിച്ച് സംസാരിക്ക്. ആരായത് നമ്പറാണല്ലോ. എടുത്ത് നോക്കാം. ഹലോ, ആരായത്? ഹലോ,
ഇത് ഞാനാ. ഞാനോ? ഏത് ഞാൻ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ കാർത്തിക്. ഓ, കാർത്തിക്, താനായിരുന്നു. എന്തിനാ വിളിച്ചേ? അത് പിന്നെ എനിക്ക് തന്നോടൊന്ന് സംസാരിക്കണം. അതിനെന്താ, താൻ പറഞ്ഞോ, ഞാൻ കേൾക്കാം. എങ്ങനെയല്ല, നേരിട്ട് വേണം സംസാരിക്കാൻ. ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാവില്ല. സോറി. നേരിട്ട് വന്ന് സംസാരിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. പറയാനുണ്ടെങ്കിൽ താനിപ്പോ പറഞ്ഞോ. ഇത് തന്നെ എനിക്ക് തന്നോട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല. പിന്നെ വിളിച്ച സ്ഥിതിക്ക് തനിക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാലോ എന്ന് കരുതിയിട്ടാ. പറഞ്ഞോ, എന്തുവാണെങ്കിലും ഇപ്പൊ തനിക്ക് പറയാം. അഞ്ജലി പ്ലീസ്, തനിക്കറിയാലോ എനിക്കെന്താ സംസാരിക്കാനുള്ളതെന്ന്. അതുകൊണ്ടാ പറയുന്നത്. നാളെ നമുക്ക് എന്തായാലും മീറ്റ് ചെയ്യണം. നേരിട്ട് തന്നെ സംസാരിച്ചൊരു തീരുമാനം എടുക്കണം. അതുകൊണ്ട് താൻ എന്തായാലും വന്നേ പറ്റൂ. വന്നില്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? താൻ എന്ത് തീരുമാനം എടുക്കുന്ന കാര്യമേ പറയുന്നേ? എന്ത് തന്നെ ആയാലും ഞാൻ വരാൻ ഉദ്ദേശിച്ചിട്ടില്ല. നീ വരും അഞ്ജലി, വന്നിരിക്കും. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണ് എന്നുണ്ടെങ്കിൽ നീ എന്തായാലും നാളെ എന്നെ കാണും. എന്താ, നിനക്കൊന്നും പറയാനില്ലേ? അപ്പൊ നിനക്കറിയാം നിന്റെ വയറ്റിലുള്ള കുഞ്ഞിന്റെ അച്ഛൻ ഞാൻ തന്നെയാണെന്ന് അല്ലേ? സോ എന്റെ മോള് നാളെ മോർണിംഗ് ഷാർപ്പ് 10:30 പ്ലാനറ്റ് കഫേ വന്നിരിക്കണം. മോനെ കണ്ണാ, നീ ആ കുട്ടിയെ വിളിച്ചിട്ട് എന്തായി? എന്താവാനാ? അവളെന്താ പറഞ്ഞു? അവള് നിന്നെ കാണാൻ വരില്ലേ? അവൾക്ക് എന്നോട് നേരിട്ട് കണ്ട് സംസാരിക്കാനൊന്നും താല്പര്യമില്ല എന്നാ പറഞ്ഞേ. അതെനിക്ക് ആദ്യം അറിയാലോ. അപ്പൊ ഇനി എന്താ ചെയ്യാ? അതോർത്ത് ചെറിയച്ഛൻ ടെൻഷൻ ആവണ്ട. അവള് വരും. വരുത്താനൊക്കെ എനിക്കറിയാം. എന്നിട്ട് നീ അവളോട് എന്താ പറയാൻ തീരുമാനിച്ചിട്ടുള്ളത്? നിന്റെ സ്റ്റാൻഡ് എന്താ? ചെറിയച്ഛനറിയാലോ ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ആദ്യം അവൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്ന് അറിയട്ടെ. എന്നിട്ട് എന്താ എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ചെയ്യും. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഒന്ന് സംസാരിക്കണം. എങ്കിലേ നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ആർക്കും ദോഷമില്ലാത്തൊരു തീരുമാനമാണ് നിങ്ങൾ എടുക്കേണ്ടതും. കേട്ടല്ലോ? അതൊക്കെ അങ്ങനെ തന്നെ എടുക്കുള്ളൂ ചെറിയച്ഛ. അല്ല, ചെറിയച്ഛൻ്റെ കെട്ടിറങ്ങിയോ? പിന്നെ അല്ലാതെ അമ്മാതിരി ഷോക്കെല്ലാം നീ എനിക്ക് തന്നേ. കുടിച്ചതൊക്കെ ആവിയായി പോയിന്നാ തോന്നേ. എന്നാ നമുക്ക് പോയി കിടക്കാം. നാളെ ഞാൻ അവനെ മീറ്റ് ചെയ്യാൻ പോകണോ? അവനെ കാണാനേ തോന്നില്ല. അഞ്ജു, എന്ത് പറ്റിയടാ? ഞാൻ കുറെ നേരമായി ശ്രദ്ധിക്കുന്നു. ഭക്ഷണവും കഴിച്ചില്ല. എന്താ ഇത്ര ആലോചിക്കാൻ? അതമ്മ, അവൻ വിളിച്ചിരുന്നു, ആ കാർത്തിക്. എന്നിട്ട് അവൻ എന്ത് പറഞ്ഞു? അവൻക്ക് എന്നെ ഒന്ന് മീറ്റ് ചെയ്യണം, നേരിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അത് നല്ലതല്ലേ? നീ എന്തായാലും പോയി മീറ്റ് ചെയ്യ്. എനിക്കവനെ കാണാൻ തോന്നുന്നില്ല അമ്മ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ അഞ്ജു? ഈ ഒരു കാര്യത്തില് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു തീരുമാനം എടുക്കുന്നല്ലേ നീ പപ്പയോട് പറഞ്ഞേ? അതെ, പക്ഷേ എന്തോ എനിക്കവനെ മീറ്റ് ചെയ്യാൻ തോന്നില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്തായാലും അവനെ പോയി നാളെ കാണ്, എന്നിട്ടൊരു തീരുമാനം എടുക്ക്. ഓക്കെ? ഇപ്പൊ എന്റെ മോളെ ഒന്നും ആലോചിക്കണ്ട. റിലാക്സ് ആയിട്ട് പോയി കിടന്നുറങ്ങ്. ഒരുപാട് സമയമായില്ലേ. ഈ സമയത്ത് ഉറക്കൊഴിക്കാനൊന്നും പാടില്ല. കേട്ടല്ലോ? ഓക്കെ അമ്മ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഷിറ്റ്, സമയം ഇപ്പോൾ 10:45 ആയി. ഷാർപ്പ് 10:30 എത്താൻ പറഞ്ഞ മുതലെവിടെ? ഷിറ്റ്, ഒട്ടും പങ്ക്ച്വാലിറ്റി ഇല്ലാത്ത ഇഡിയറ്റ്. ഓ, ഇപ്പോഴേലും ഒന്ന് വന്നല്ലോ. ഹലോ, ഗുഡ് മോർണിംഗ് അഞ്ജലി മാഡം.
കുറേ നേരമായി വന്നിട്ട്. ഐ എം റിയലി സോറി, ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഇടയിൽ ഒരു ചെറിയ തിരക്കിൽ പെട്ടുപോയി, അതാ. ഇങ്ങനെ നോക്കി പേടിപ്പിക്കാതെ, ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു തിരക്കിൽ പെട്ടുപോയി, അതുകൊണ്ടാ. അതെ, എനിക്ക് തന്നെ ഒരു എക്സ്ക്യൂസും കേൾക്കാൻ താല്പര്യമില്ല. തന്റെ തിരക്കൊക്കെ എന്താന്ന് എനിക്ക് നല്ല പോലെ അറിയാം. അതുപോലെയല്ല ഞാൻ. എനിക്ക് ഓഫീസിൽ ചെന്നിട്ട് പണിയുള്ളതാ. താൻ എന്തിനാവോ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയേ? കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് പോവായിരുന്നു. ഓക്കെ, അഞ്ജു ചേച്ചിന്റെ വിലപ്പെട്ട സമയം ഞാൻ കളയുന്നില്ല. സോ സ്ട്രൈറ്റ് ആയിട്ട് എന്നെ കാര്യത്തിലോട്ട് കിടക്കാം. ടെൽ മീ, തനിക്ക് എന്തിനാ ഈ ബേബി? ഫസ്റ്റ് ഓഫ് ഓൾ, will you please stop? അഞ്ജലി മാഡം, അഞ്ജു ചേച്ചി, why did you call me like that? I don't like. എന്താ തനിക്കൊരു വിളി? നത്തിങ്. പിന്നെ ഞാനെന്താ തന്നെ വിളിക്കുക? താനിപ്പോ എന്നെ ഒന്ന് വിളിക്കണ്ട. ഓക്കെ ഓക്കെ, ഞാൻ ചോദിച്ചതിന് ഒന്നും പറഞ്ഞില്ല. പറയൂ, ഇയാൾക്ക് എന്തിനാ ഈ ബേബി? അതെന്റെ മാത്രം തീരുമാനമാണ്. ഇറ്റ്സ് മൈ ബോഡി, ഇറ്റ്സ് മൈ ചോയ്സ്. പക്ഷെ അതെന്റെ കുഞ്ഞുകൂടിയാണ്. എന്താ അത് തനിക്ക് ഉറപ്പുണ്ടോ? എനിക്കുറപ്പുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്ന് എന്റെ മുന്നിൽ ഈ കാര്യം സംസാരിക്കാൻ താൻ വന്നിരിക്കുന്നേ. ഇൻ കേസ് ഇതെന്റെ കുഞ്ഞല്ലാന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് കെയർ, യു ക്യാൻ ഗോ നൗ. എന്താ, എന്ത് പറ്റി? പോകുന്നില്ലേ? അപ്പൊ തനിക്കറിയാം ഞാനാണ് ഈ കുഞ്ഞിന്റെ അച്ഛനെന്ന്. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം അല്ലേ? See, Mr. Karthi, I don't believe in this relationship dramas. So what's your problem? Neither I do. Of course no. അതുകൊണ്ടാ പറയുന്നേ, എന്തിനാ ഇപ്പൊ ഒരു ബേബിയൊക്കെ? തനിക്കത് വേണ്ടെന്ന് വെച്ചൂടെ? No, I want this baby. തനിക്കെന്താ പറഞ്ഞാ മനസ്സിലാവാത്തെ? എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. തനിക്ക് വേണ്ടെങ്കിൽ ഇങ്ങനൊരു കുഞ്ഞില്ലെന്ന് വിചാരിച്ചാ പോരെ. അതിനെന്തിനാ എന്നോട് ഇതിനെ ഒഴിവാക്കാൻ പറയുന്നേ? ഞാനൊരിക്കലും തന്നോട് ഈ കുഞ്ഞിന്റെ പിതൃത്വ ഏറ്റെടുക്കാൻ പറഞ്ഞു വരില്ല. ഐ പ്രോമിസ്, ഗോഡ് പ്രോമിസ്. ലുക്ക് അഞ്ജലി, താൻ ഈ കുഞ്ഞുമായി മുന്നോട്ട് പോയാൽ എനിക്കൊരിക്കലും താൻ പറഞ്ഞ പോലെ ഈ കുഞ്ഞില്ലെന്ന് വിചാരിച്ച് ജീവിക്കാൻ കഴിയില്ല. അത് താനും മനസ്സിലാക്കണം. എന്റെ കുഞ്ഞ് എന്റേതല്ലാതായി ജീവിക്കുന്നത് കാണാൻ എനിക്കും ആഗ്രഹമില്ല. അതിന് താൻ കണ്ടെത്തിയ സൊല്യൂഷൻ ആണോ ഈ അബോർഷൻ? അതെന്തായാലും ഞാൻ സമ്മതിക്കാൻ പോകുന്നില്ല. ആക്ച്വലി വാട്ട്സ് യുവർ പ്രോബ്ലം? ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കിതൊക്കെ കണ്ടിട്ട് ഒരു ഡ്രാമയായിട്ടാ തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്തെ ഗേൾസ് ഇങ്ങനെയൊക്കെ വല്ലതും സംഭവിച്ചാൽ ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഇങ്ങനത്തെ തീരുമാനമാണോ എടുക്കുന്നത്? കരഞ്ഞ് നിലവിളിച്ച് അത് അബോർഷൻ ചെയ്യേണ്ട വഴി നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഇതിപ്പോ പറ, ശരിക്കും എൻ്റെ ഉദ്ദേശം എന്താ? തനിക്കിനി എന്നെ വല്ല ഇഷ്ടമാണോ? എന്നെ കിട്ടാനുള്ള വല്ല ഡേറ്റി പ്ലാനും ആണോ ഇത്? സ്റ്റോപ്പ് ഇറ്റ്. താൻ എന്താ പറഞ്ഞേ? തന്റെ പിന്നാലെ വരുന്ന ഒരു പെണ്ണാണ് ഞാനെന്ന് കരുതിയോ നീ? ഇപ്പോഴും താനാണ് എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയേ. ഞാൻ തന്നെ ഒന്ന് കോണ്ടാക്ട് പോലും ചെയ്തിട്ടില്ല. എന്നിട്ടും പറയുന്ന കണ്ടില്ലേ, എനിക്ക് തന്നെ കിട്ടാൻ വേണ്ടിട്ടാ. ആർക്ക് വേണടോ തന്നെ? പിന്നെ ഇതെന്റെ മാത്രം കുഞ്ഞാണ്. ഈ കുഞ്ഞിനെ ഞാൻ വളർത്തുകയും ചെയ്യും. മാത്രമല്ല, താൻ കണ്ട പോലെ ഒരു പെണ്ണല്ല ഞാന്. അങ്ങനെ കരഞ്ഞ് നിലവിളിക്കുന്ന ഒരുപാട് ഗേൾസ് ഉണ്ടാവും. അതിലെന്നെ കൂട്ടണ്ട. മനസ്സിലായോ നിനക്ക്? ഓക്കെ ഓക്കെ, പ്ലീസ് ലിസൺ. ഐ എം ജസ്റ്റ് 25. ഇതെന്റെ വീട്ടിലറിഞ്ഞ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, തനിക്കിത് വേണ്ടെന്ന് വെച്ചൂടെ? പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഇതിപ്പോ ഞാൻ തന്നോട് എന്നെ ഏറ്റെടുക്കാനും എന്റെ കാര്യങ്ങൾ നോക്കാനും പറഞ്ഞ പോലെയാണല്ലോ. താൻ എന്റെ ഒരു കാര്യവും നോക്കണ്ട. ഇതെന്റെ മാത്രം കുഞ്ഞാണ്. പിന്നെന്താ തനിക്ക് പ്രശ്നം? ഈ കുഞ്ഞ് തന്റേതാണെന്ന് ഈ ലോകത്ത് ഒരാൾ പോലും അറിയില്ല. ഇനിയിപ്പോ എന്നോട് ആരെങ്കിലും ചോദിച്ചാ ഇത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്താന്ന് പറഞ്ഞാ പോരെ? പ്ലീസ് അഞ്ജു, എന്റെ കുഞ്ഞ് ജീവനോട് ഈ ഭൂമിയിൽ വന്ന ഞാൻ എങ്ങനെയാ അതിന്റെ അച്ഛനല്ലാതായി നടിക്കുക? എന്നെ കൊണ്ട് അതിന് പറ്റില്ല. ആരറിഞ്ഞില്ലെങ്കിലും എനിക്കറിയാലോ അതെന്റെ ബേബിയാണെന്ന്. ഐ റിക്വസ്റ്റ് യു പ്ലീസ്. എനിക്കില്ലാത്ത പ്രശ്നം തനിക്ക് വേണ്ട. പിന്നെ തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ താൻ ഇത് കണ്ടില്ലെന്ന് നടിച്ചേ പറ്റൂ. ഞാൻ ഒരിക്കലും ഇത് ഒഴിവാക്കില്ല. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. അത് മാത്രമാണ് എന്റെ തീരുമാനം. അഞ്ജു, നമുക്ക് മുന്നിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ്, ഈ കുട്ടീനെ അബോർട്ട് ചെയ്യുക. ദ സെക്കൻഡ് വൺ, നമ്മൾ തമ്മിൽ മാരേജ് ചെയ്യുക. സോ അതിൽ സെക്കൻഡ് ഓപ്ഷൻ എനിക്കൊരിക്കലും പറ്റില്ല, തന്നെ കല്യാണം കഴിക്കാൻ. അതുകൊണ്ടാണ് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ. പ്ലീസ് അബോർട്ട് ദ ബേബി.
നോ, താൻ പറഞ്ഞ 2 കണ്ടീഷനും എനിക്ക് പറ്റില്ല. എനിക്ക് എന്റെ ബേബിയെ വേണം. പിന്നെ തന്നെ കല്യാണം കഴിക്കുന്ന കാര്യം ആലോചിക്കേ വേണ്ട. സോ ഇനി ഇതേപറ്റി സംസാരം വേണ്ട. എനിക്ക് എന്റെ ഡിസിഷൻ തന്നെയാണ് വലുത്. ഈ ബേബിയെ ഞാൻ കീപ് ചെയ്യും. അതിന്റെ പേരിൽ തന്റെ മുന്നിൽ ഒരിക്കലും ഞാൻ വരില്ല. ഇത് ഞാൻ നിനക്ക് തരുന്ന പ്രോമിസ് ആണ്. താനും ദയവ് ചെയ്ത് എന്റെ മുന്നിലേക്ക് ഇനി വരരുത്. എന്നെ കാണാൻ ശ്രമിക്കരുത്. ഗുഡ് ബൈ. എന്തായി കണ്ണ, പോയ കാര്യം എല്ലാം സോൾവ് ആയോ? രണ്ടുപേരും കൂടി നല്ലൊരു തീരുമാനം എടുത്തോ? ഓ, എന്ത് പറയാനാ ചെറിയച്ച, എല്ലാം കൊളമായി. കൊളമായെന്നോ? എന്താടാ കാര്യം? ഒന്നും പറയണ്ട. അവള് ഞാൻ പറയുന്നതൊന്നും സമ്മതിക്കുന്നില്ല. തന്നിഷ്ടക്കാരി, അഹങ്കാരി. അവൾ എന്താ വിചാരിച്ച് അവൾക്ക് അതുപോലെ തന്നെ നടത്തണം. അവളെന്താ പറഞ്ഞ്? അവളുടെ പ്ലാൻ എന്താ? ബേബിയെ കീപ്പ് ചെയ്യാൻ തന്നെയാണോ? അതെ ചെറിയച്ച, അവൾക്ക് ആ കുഞ്ഞിനെ വേണമല്ലോ. അവൾ നോക്കിക്കോളാ, ഒരവകാശവും പറഞ്ഞ് അവൾ എൻ്റെ അടുത്ത് വരില്ല എന്നൊക്കെ പറഞ്ഞു. ഓ, അങ്ങനെയാണോ കാര്യം? ഇതില് നിന്റെ തീരുമാനം എന്താ? നീ എന്താ അവളോട് പറഞ്ഞ്? ഞാനെന്ത് പറയാനാ? അബോർഷൻ ചെയ്യാന്ന് പറഞ്ഞു. അത് കേട്ടതും അവൾ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. എന്തൊക്കെയോ ചാടിത്തുള്ളി പറഞ്ഞു പോയി. ഇനി എന്നോട് അവളെ കാണാൻ ചെല്ലരുതെന്നും പറഞ്ഞു. എന്നിട്ട് അവളാ ബേബിയെ കീപ്പ് ചെയ്തോട്ടെ തന്നെയാണോ നിന്റെ തീരുമാനം? നോ, അതെനിക്ക് ആലോചിക്കാൻ വയ്യ. അവൾ ഈ ബേബിയെ കീപ്പ് ചെയ്താൽ ശരിയാവില്ല. എത്രയൊക്കെ എൻ്റെ കുഞ്ഞല്ലെന്ന് പറഞ്ഞ് ഞാൻ നടിച്ചാലും അത് എൻ്റേത് തന്നെയല്ലേ. മറ്റാർക്കറിയില്ലെങ്കിലും എനിക്കതറിയാലോ. ജീവിതകാലം മൊത്തം അതെൻ്റെ മനസ്സ് കിടന്ന് നീറിപ്പോകത്തുള്ളൂ. അതുകൊണ്ട് അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല. പിന്നെ എന്താ നീ വിചാരിച്ചിട്ടുള്ളത്? എനിക്കൊന്നും അറിയില്ല ചെറിയച്ച. ഞാൻ ഈ സിറ്റുവേഷനിൽ എന്താ ചെയ്യുക? അവളാണെങ്കിൽ ഒമ്പിനും വില്ലിനും അടുക്കാത്തൊരു സാധനം. അവൾ എന്താ വിചാരിച്ചു അത് മാത്രം നടക്കണം. അതാ എനിക്ക് ഈ ഗേൾസിനൊന്നും ഇഷ്ടാവാത്തെ. കണ്ണോ, ഇതിനിപ്പോ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ. എന്താന്ന് ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, അവൾ ഈ കുട്ടിയെ അബോർട്ട് ചെയ്യില്ല. കീപ്പ് ചെയ്യാനുള്ള തീരുമാനത്തിൽ തന്നെയാണ്. നമുക്കൊരിക്കലും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാനും പറ്റില്ല. സോ അബോർഷൻ എന്നുള്ള കാര്യം നമുക്കിനി പോസിബിൾ അല്ല. പിന്നെ നമുക്കുള്ള ഓപ്ഷൻ മാരേജ് ആണ്. നീ അവളെ കല്യാണം കഴിക്കേണ്ടി വരും. നോ, അതും പോസിബിൾ അല്ല ചെറിയച്ച. എന്തുകൊണ്ട് പോസിബിൾ അല്ല? അത് ഞങ്ങളൊരിക്കലും സെറ്റ് ആവില്ല. മാത്രമല്ല, ഞങ്ങളെ ഏജ് ഡിഫറൻറ്റ് വരെ ഉണ്ട്. എന്നേക്കാൾ 5 വയസ്സ് കൂടുതലാ അവള്. ഒരിക്കലും ഇത് സെറ്റ് ആവില്ല. പിന്നെ എനിക്ക് അവളോട് താല്പര്യമില്ല, അവൾക്കും എന്നോട് താല്പര്യമില്ല. സോ ആ കാര്യം ചിന്തിക്കേ വേണ്ട. അതിന് ഞാൻ ഈ മാരേജ് എന്ന് പറഞ്ഞത് ജസ്റ്റ് ഒരു കോൺട്രാക്ട് മാരേജ് ആണ്. എന്താ കോൺട്രാക്ട് മാരേജോ? എനിക്ക് മനസ്സിലായില്ല. ചെറിയച്ചൻ എന്താ ഈ പറയുന്നത്? ഒന്ന് തെളിച്ചു പറ. അതായത് കണ്ണാ, നീ അവളെ രജിസ്റ്റർ മാരേജ് ചെയ്യും. എന്നിട്ട് കുഞ്ഞുണ്ടായി 1 ഇയർ കഴിഞ്ഞ നീ അവളെ ഡിവോഴ്സ് ചെയ്തോ. അപ്പൊ ലീഗലി നീ തന്നെയാണ് ആ കുഞ്ഞിന്റെ അച്ഛനായിട്ട് വരിക. പോരെ? അപ്പൊ നിനക്കും പ്രശ്നമില്ല, അവക്കും പ്രശ്നമില്ല. അത് വേണോ ചെറിയച്ച? അതേ ഇനി നിന്റെ മുന്നിലൊരു വഴിയുള്ളൂ. അവൾ അബോർഷന് സമ്മതിക്കാത്ത സ്ഥിതിക്ക് ഇത് മാത്രമേ നമുക്കിനി യൂസ് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഇത് പോസിബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളെ കൺവിൻസ് ചെയ്യാൻ പാടാ. അത് നിന്റെ മിടുക്ക് പോലെ ഇരിക്കും. നീ അവളെ കൺവിൻസ് ചെയ്യണം. കാരണം ഇതുകൊണ്ട് അവൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, നിനക്കും നഷ്ടമില്ല. നിങ്ങൾ പരസ്പരം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ പോകുന്ന എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടല്ലേ? അപ്പൊ നിങ്ങൾ 1 ഇയർ, അതായത് കറക്റ്റ് കുഞ്ഞ് ജനിച്ച് 1 ഇയർ ആകുമ്പോഴേക്ക് നിങ്ങൾ വേർപിരിയണം. സോ അപ്പൊ 2 കൂട്ടർക്കും പ്രശ്നമില്ല. ഞാനെന്ന് പറയുന്നത് നീ ഒന്ന് ഇരുത്തി ചിന്തിച്ചു നോക്ക്. ഇതാണ് നിങ്ങൾ 2 പേർക്കും ദോഷമില്ലാത്തൊരു പോംവഴി. നീ ആലോചിക്ക്. ചെറിയച്ചൻ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ ഇതൊരിക്കലും നമുക്ക് സീക്രട്ട് ആയിട്ട് വെക്കാൻ പറ്റില്ലല്ലോ. വീട്ടില് അച്ഛനും അമ്മയും അച്ഛമ്മയ്ക്ക് അറിഞ്ഞാൽ എനിക്കതാ പേടി. എന്താ ഞാൻ ചെയ്യാ? അതോർത്ത് നീ ടെൻഷൻ ആവണ്ട. അത് വേണ്ട വിധേന ഞാൻ കൈകാര്യം ചെയ്തോളാം. അതുപോലെ അത് അവരൊക്കെ സമ്മതിക്കുവോ? ഞാൻ പറഞ്ഞില്ലേ കണ്ണാ, എല്ലാം ഞാൻ റെഡിയാക്കിക്കോളാം. നീ ആദ്യം അവളെ കൺവിൻസ് ചെയ്യാൻ നോക്ക്. അതാണല്ലോ ഏറ്റവും ടാസ്ക് ഉള്ള കാര്യം.
അതും ശരിയാ. അവളെ ഞാൻ എങ്ങനെ കൺവിൻസ് ആക്കും? എനിക്ക് തോന്നുന്നില്ല അവൾ ഇതിന് സമ്മതിക്കുമെന്ന്. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നിന്റെ മിടുക്ക് പോലെ ഇരിക്കും. നീ കൺവിൻസ് ചെയ്യണം. ഇത് മാത്രമേ ഒരു പോംവഴിയുള്ളൂ. ഇങ്ങനെ ചെയ്താൽ എല്ലാ കാലവും എൻ്റെ കുഞ്ഞിൻ്റെ മേലുള്ള അവകാശം എനിക്കും കിട്ടും. അതൊക്കെ എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ അവളെ വിളിച്ചു നോക്കിയാലോ? ഒന്ന് വിളിച്ചു നോക്ക്. ഇല്ല, അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. എനിക്ക് തോന്നി അവൾ എടുക്കില്ലാന്ന്. നീ അവളെ നേരിട്ട് ചെന്ന് കണ്ട് സംസാരിക്കുന്നത് തന്നെയാ നല്ലത്. അവൾ ഇനി എന്നെ കാണാൻ കൂട്ടാക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാൻ പിന്നെ അവളെ എവിടെ പോയി മീറ്റ് ചെയ്യാനാ? അവളെ അവളുടെ ഓഫീസിൽ പോയി കാണ്. എന്തായാലും അവൾ അവിടെ പോവാതിരിക്കില്ലല്ലോ. അങ്ങനെ ചെയ്യാലേ? അതെ, നീ അങ്ങനെ ചെയ്യേ. ചെറിയച്ചാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താടാ കണ്ണ, ചോദിക്ക്. അത് പിന്നെ ചെറിയച്ചനെന്താ ഇത്ര കാലമായിട്ടും കല്യാണം കഴിക്കാത്തെ? അതോ നീ ഇപ്പോഴാണോ ചോദിക്കുന്നേ? അല്ല, ഞാൻ എപ്പോഴും ചോദിക്കണം എന്ന് കരുതുന്നതാ. പക്ഷെ ചെറിയച്ചൻ എന്ത് വിചാരിക്കുന്നു കരുതിയിട്ടാ. വേറെ ഒന്നല്ലടാ, എല്ലാരെയും പോലെ എനിക്കൊരു നഷ്ടപ്രണയം ഉണ്ടെന്ന് കൂട്ടിക്കോ. ഞാൻ ക്ലീശയാക്കി പറയുന്നൊന്നുമില്ല, എന്നാലും ചുരുക്കി പറയാം. മീനാക്ഷി, എൻ്റെ മീനു. ഞാനും അവളും ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഞങ്ങൾക്കന്ന് പ്രായം, എനിക്ക് 18ഉം അവൾക്ക് 16ഓ 15ഓ അത്രയ്ക്കും ഉള്ളായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രണയത്തെ എല്ലാവരും പ്രായത്തിന്റെ പക്വതയില്ലായ്മയായി കണ്ട് രണ്ട് വൈക്കാക്കി. അറിയാലോ, അന്നത്തെ കാലത്തൊക്കെ പ്രണയം എന്ന് പറയുന്നത് എത്രത്തോളം ഭൂകമ്പമുള്ള കാര്യമാണെന്ന്. അതുപോലൊക്കെ തന്നെ സംഭവിച്ചു. അവളെ എനിക്ക് വിട്ടുപോകേണ്ടി വന്നു, അവൾക്ക് എന്നെയും. പക്ഷെ എനിക്കൊരു വാശിയുണ്ടായിരുന്നു. കുറച്ച് വലുതായ അവളെ തന്നെ കല്യാണം കഴിക്കും, അതിനുവേണ്ടി ഞാൻ തിരിച്ചു വരുന്നൊക്കെ. അങ്ങനെ ഞാൻ അവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവളുടെ നാട്ടിൽ വന്നു. അപ്പോഴാ അവളെ വേറെ കല്യാണം കഴിച്ചു പോയെന്ന് ഞാൻ അറിയുന്നേ. അവിടെ തകർന്നതാ ഞാൻ. അന്ന് ഞാനൊരു തീരുമാനം എടുത്തു, എൻ്റെ ലൈഫിൽ മീനാക്ഷി അല്ലാതെ വേറൊരു പെണ്ണും വേണ്ടാന്ന്. അവളുടെ ഓർമ്മക്കായി കൊണ്ട് നടക്കുന്ന ഒരു സാധനം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയ താലിമാല. എന്ത് ചെയ്യാനാ, എല്ലാം വിധി, അത്ര തന്നെ. ആഹാ, ആ താലിമാല ഇപ്പോഴും ചെറിച്ചു സൂക്ഷിക്കുന്നുണ്ടോ? പിന്നല്ലാതെ. അത് മാത്രമാണ് മീനാക്ഷി എന്ന എൻ്റെ പ്രണയത്തിന് സന്തോഷവും സങ്കടവും തരുന്ന ഒരേ ഒരു ഓർമ്മ. എൻ്റെ കയ്യിൽ ഇപ്പോഴുണ്ട്, എൻ്റെ ബാഗിലുണ്ട്. ഞാനത് എടുത്തിട്ട് വരാം. കണ്ടോ, എപ്പോഴും ഞാനിതെൻ്റെ കൂടെ കൊണ്ട് നടക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ നിനക്ക് തരുമോ ഇത്? എനിക്കോ? എനിക്കെന്തിനാ ചെറിയച്ച? ആവശ്യം വരും, നീ ഇത് പിടിക്ക്. ഇത് എൻ്റെ വക നിനക്ക് വേണ്ടിയുള്ള വിവാഹ സമ്മാനമാണ്. എനിക്കിതൊന്നും വേണ്ട, ഇത് ചെറിയച്ചൻ തന്നെ വെച്ചോ. നിന്റെ എല്ലാ കള്ളത്തരത്തിനും കൂട്ടി നിൽക്കുന്നത് ഞാനല്ലേ, അപ്പോ ഇത് നീ സ്വീകരിക്കണം. ഇതായിരിക്കണം നീ അവൾക്ക് ചാർത്തി കൊടുക്കേണ്ട മാല. ഇത് ചെറിയച്ചനായിട്ടല്ല, നിന്റെ അച്ഛനായിട്ട് പറയുന്ന പോലെ കണ്ടാൽ മതി. എനിക്ക് നീ എൻ്റെ സ്വന്തം മകനല്ലേ, എൻ്റെ കണ്ണൻ. അതുകൊണ്ട് നീ ഇത് വാങ്ങണം. ഇതെപ്പോഴും നിന്റെ കയ്യിലുണ്ടാവണം. നീ ഇത് കളയരുത്. കാരണം ഇത്രയും വർഷം ഞാൻ സൂക്ഷിച്ചു കൊണ്ടുപോകുന്ന സാധനമാണ്. ഇത് നിനക്ക് തരണമെന്ന് എനിക്കിപ്പോൾ തോന്നുക. അതുകൊണ്ട് മാത്രം ഞാൻ തരുന്നത്. ഇതെൻ്റെ സമ്മാനമായിട്ട് നീ കരുതണം. ഓക്കെ ചെറിയച്ച, ഞാനിത് സൂക്ഷിച്ചോളാം. ചെറിയച്ചൻ പറഞ്ഞ പോലെ ഇതായിരിക്കും ഞാൻ അവളുടെ കഴുത്തിൽ കെട്ടാൻ പോകുന്ന താലി. എനിക്കത് മതി മോനെ. പക്ഷെ ചെറിയച്ച, ഈ താലി കെട്ടേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ? ഇതിപ്പോൾ ഒരു ജസ്റ്റ് കോൺട്രാക്ട് മാരേജ് അല്ലേ. അപ്പോൾ ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ച ഈ താലി വെറും ഒരു ഫേക്ക് മാരേജിന് വേണ്ടി ഉപയോഗിക്കണോ? ഇത് തന്നെ നീ ഉപയോഗിക്കണം. ഇതിപ്പോൾ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, കുറച്ച് കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും ഒന്നും ഫേക്ക് അല്ലെന്ന്. ചെറിയച്ചനെന്താ ഉദ്ദേശിച്ചേ? ഞാനൊന്നും ഉദ്ദേശിച്ചില്ല. നീ ഇപ്പം തൽക്കാലം ഞാൻ പറയുന്നത് ചെയ്താൽ മതി, കേട്ടല്ലോ? ഓക്കെ, എന്നാ വേഗം അവളെ കൺവിൻസ് ചെയ്യാനുള്ള വഴി നോക്കിക്കോ. അത് വലിയൊരു ടാസ്ക് തന്നെയാ. ആ, വന്നല്ലോ അവള്. എന്നിനി ഞാൻ അവളെ വിടില്ല.
കുറച്ച് ദിവസമായി അവൾ എന്നെ കളിപ്പിക്കുന്നു. ശരിയാക്കി തരാം. നിന്നെ കൊണ്ടേ ഞാൻ പോവും. ഹലോ മാഡം, വണ്ടിയിൽ കയറ്. എന്താ എന്താ പറഞ്ഞേ? വണ്ടിയിൽ കയറി, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞാനൊന്നും വരുന്നില്ല. ഞാനെന്തിനാ തന്റെ കൂടെ വരുന്നേ? തനിക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അഞ്ജു, വണ്ടിയിൽ കയറ്. ഞാൻ വരുന്നില്ലെന്നല്ലേ പറഞ്ഞേ? ഐ എം ഫക്കിംഗ് സീരിയസ്. ഗെറ്റ് ഇൻ ദ കാർ. ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. താൻ കയറില്ലെങ്കിൽ പിടിച്ചു വരച്ച് കയറ്റാൻ എനിക്ക് അറിയാത്തോണ്ടല്ല, ഞാൻ അതും ചെയ്യും. വെറുതെ അതിന് നിൽക്കണ്ട, മര്യാദയ്ക്ക് കയറാൻ നോക്ക്. ചേട്ടാ, ഇത് വല്ലാത്ത കഷ്ടമായല്ലോ. എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ തന്നെ ഞാൻ വിട്ടോളാം. നോക്കി ദഹിപ്പിക്കാതെ വന്ന് കയറാൻ നോക്ക്. അതെ, ബാക്കിലിരിക്കാൻ ഞാൻ തൻ്റെ ഡ്രൈവറൊന്നുമല്ല. മുന്നേ വന്ന് കയറ്. എന്നാ പോവാം അല്ലേ? ഇയാളെന്താ ഒന്നും മിണ്ടാത്തെ? എന്നോടൊന്നും മിണ്ടില്ലേ? ഓ, മൗനവ്രതത്തിലാണെന്ന് തോന്നുന്നു. എന്നാ മിണ്ടണ്ട. അതെ, കുറെ നേരമായല്ലോ. എവിടേക്കാ എന്നെ കൊണ്ടുപോകുന്നേ? ഒന്ന് വെയിറ്റ് ചെയ്യും മോളെ. സ്വസ്ഥായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റിയ സ്ഥലം നോക്കി പോവാ. ദാ എത്തി. ഇനി ഇറങ്ങിക്കോ. ഈ ബീച്ച് കാണിക്കാനാണോ എന്നെ കൊണ്ടുവന്നേ? തനിക്കെന്താ പറയാനുള്ളേ? ഒന്ന് പറയോ? പോയിട്ട് വരെ പണിയുള്ളതാ. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് മാരീഡ്. വാട്ട്? താൻ എന്താ പറഞ്ഞേ? ലുക്ക്, അന്ന് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് 2 ഓപ്ഷൻസേ ഉള്ളൂ. ഫസ്റ്റ്, നിനക്ക് കുട്ടിയെ അബോർഷൻ ചെയ്യാം. സെക്കൻഡ് വൺ, നമുക്ക് മാരേജ് ചെയ്യാം. സോ താൻ രണ്ടിനും തയ്യാറല്ല. തനിക്ക് ബേബിയെ കീപ്പ് ചെയ്യണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് സെക്കൻഡ് ഓപ്ഷൻ തന്നെ വഴിയുള്ളൂ. ഹോ, അത് ശരി. നാണമില്ലടോ തനിക്ക്? എന്തിന്റെ പേരിലായാലും തന്നെ ഞാൻ കല്യാണം കഴിക്കുന്നു സ്വപ്നത്തിൽ പോലും കരുതണ്ട. നോക്ക്, തനിക്ക് കുഞ്ഞിനെ കീപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ വിവാഹം അത് നടന്നിരിക്കണം. തനിക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? ഞാൻ എന്റെ കുഞ്ഞിനെ കീപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനാണ് ആ കുഞ്ഞിന്റെ ഫാദർ എങ്കിൽ താൻ എന്നെ കല്യാണം കഴിച്ചേ പറ്റൂ. ആണോ? അങ്ങനെങ്കിൽ താനല്ല ആ കുഞ്ഞിന്റെ ഫാദർ എന്ന് ഞാൻ അങ്ങ് കരുതിക്കോളാം. ഞാൻ പറഞ്ഞാ മതിയല്ലോ താനല്ല ആ കുഞ്ഞിന്റെ അച്ഛനെന്ന്. അപ്പൊ പിന്നെ നീ എന്ത് ചെയ്യും? അല്ലെങ്കിലും എന്റെ കുഞ്ഞിനൊരു ഫാദർ വേണ്ട. അച്ഛനായും അമ്മയായും ഞാൻ മാത്രം മതി. അത് നീ ഒരു വാക്കിലൂടെ പറഞ്ഞാ പോകുന്നതല്ലല്ലോ. തേച്ചാലും മാച്ചാലും ആ ബന്ധം മായൂല. പിന്നെ നീ ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നുണ്ടെങ്കിൽ എന്നെ കല്യാണം കഴിച്ചിട്ടേ പ്രസവിക്കൂ. അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ വളരാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ ഭീഷണിയാണോ? അഞ്ജലി, പ്ലീസ് ലിസൺ. ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്ക്. നീ എന്നെ കല്യാണം കഴിച്ച നമുക്ക് രണ്ടുപേർക്കും മതി. എനിക്കൊന്നും കേൾക്കണ്ട. തന്റെ ഒരു ഉദ്ദേശവും നടക്കില്ല. എടി, ഞാൻ ആദ്യം ഒന്ന് പറയട്ടെ. എടി പോളിന്നൊക്കെ തന്റെ മറ്റവള് വിളിച്ചാ മതി. എന്താ നോക്കി പേടിപ്പിക്കുന്നേ? പിന്നൊരു കാര്യം കൂടി, ഇനി മേലാൽ ഈ കാര്യം പറഞ്ഞ എന്റെ മുന്നിലെങ്ങാനും വന്നാ താൻ എന്താ വിചാരിച്ചേ? താൻ ഈ കാര്യം വന്ന് പറഞ്ഞ ഞാനങ്ങ് സമ്മതിക്കുന്ന? അതിന് മാത്രം ഉളുപ്പില്ലാത്തവളല്ല ഞാൻ. തന്നെ പോലൊരു പ്ലേ ബോയെ കല്യാണം കഴിക്കേണ്ട ഒരു ഗതികേടും എനിക്കില്ല. പിന്നെ
കുഞ്ഞ് കൊച്ചെന്നും പറഞ്ഞ് എന്റെ പിന്നാലെ വന്ന എന്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു അച്ഛനേ ഇല്ല. അച്ഛനില്ലാതെ എന്റെ കുഞ്ഞ് വളർന്നോളും. അതിന്റെ പേരിൽ എന്നെ കെട്ടാന്ന് താൻ മനക്കോട്ടെ കെട്ടണ്ട. അതിന് എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ തന്റെ മുന്നിൽ ഞാൻ കൈത്ത് നീട്ടി തരില്ലടാ. ഏയ്, താൻ എന്താ ചെയ്യുന്നേ? വിടാൻ, വിടാൻ.